Welcome back to my channel English Grammar Teaching and Learning. Today we study what is verb. Verb is a word which denotes an action or a condition of the subject. Verb എന്ന് പറഞ്ഞാൽ ക്രിയ. ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദത്തെ നമുക്ക് ക്രിയ എന്ന് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ സബ്ജക്റ്റുമായിട്ടുള്ള ആ സബ്ജക്റ്റിൻ്റെ അവസ്ഥ സൂചിപ്പിക്കുന്നതിന് വേണ്ടി വെർബ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതാണ് വെർബ് സൂചിപ്പിക്കുന്നത്. വെർബ് ഈസ് എ വേർഡ് വിച്ച് ഡിനോട്ട്സ് ആൻ ആക്ഷൻ ഓർ എ കണ്ടീഷൻ ഓഫ് ദി സബ്ജക്റ്റ്. There are two types. Mainly verbs can be classified into two groups: main verb and auxiliary verb. മെയിൻ വെർബെന്നും ഓക്സിലറി വെർബെന്നും രണ്ടായിട്ട് തരംതിരിക്കാം വെർബിനെ. ഓക്സിലറി മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണമായ ഒരു അർത്ഥം ഉണ്ട്. ഉദാഹരണത്തിന് എഴുതുക, റൈറ്റ്, എഴുതുക, റൈറ്റ്സ്. ഇതിനെ ലെക്സിക്കൺ വെർബ് അല്ലെങ്കിൽ റൂട്ട് വേർഡ്, റൂട്ട് വെർബ്, പ്രിൻസിപ്പൽ വെർബ് എന്നൊക്കെ പറയാറുണ്ട്. റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. Any root form of the verb or principal verb has these four forms. These two are present simple. Present simple. This is past simple. This is past participle. This is present participle. So present, past, past participle and present participle. ഇങ്ങനെ നമുക്ക് മെയിൻ വെർബിനെ നാലായി തരംതിരിച്ച് പഠിക്കാം. അതിൽ ഇത് പ്രസന്റ് സിമ്പിൾ ടെൻസിൽ സിംഗുലർ വെർബിനോട്, സിംഗുലർ സബ്ജക്റ്റിനോട് കൂടി ഉപയോഗിക്കുന്ന വെർബുകളെ എസ് ഫോം ഓഫ് ദി വെർബ്, എസ് ഫോം, സിംഗുലർ ഫോം, ഡസ് ഫോം. അപ്പൊ എസ് ഫോം എവിടെ കണ്ടാലും അതിൽ എന്തുണ്ട്? ഡസ് ഉണ്ട്. റൈറ്റ്സിനെ പിരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡസ് കിട്ടും. റൈറ്റിനെ പിരിച്ചാൽ ഡു കിട്ടും. അത് പ്ലൂറൽ ഫോം ആണ്. അപ്പൊ പ്ലൂറൽ, സിംഗുലർ ഫോം എസ് ഫോം, ഡസ് ഫോം. പ്ലൂറൽ ഫോം ബേസ് ഫോം, ഡു ഫോം. ഇപ്പൊ റൈറ്റിനെ പിരിച്ചാലോ ഡു കിട്ടും. ദെൻ ഇനി റോട്ട് പാസ്റ്റ് ഫോം ആണ്. പാസ്റ്റ് ഫോമിനെ പിരിച്ചാലോ ഡിഡ് പ്ലസ് റൈറ്റ് കിട്ടും. അപ്പോൾ എസ് ഫോമിൽ നിന്ന്, സിംഗുലർ ഫോമിൽ നിന്ന് ഡസ്, പ്ലൂറൽ ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ബേസ് ഫോമിൽ നിന്ന് ഡു, പാസ്റ്റ് ഫോമിൽ നിന്ന് ഡിഡ്. ഇങ്ങനെയാണ് നമ്മൾ ഇത് ഡെറിവേറ്റഡ് വേർബ്സ് ആണ്. ഡു, ഡസ്, ഡിഡ്. These are the villains in auxiliary verbs. So many functions are there in a sentence of do, does and did. ഡൂവിനും ഡസിനും ഒക്കെ പല രൂപത്തിൽ അല്ലെങ്കിൽ ഒരുപാട് ഉപയോഗങ്ങളുള്ള വെർബുകളാണ്. ഇതാണ്. ഇനി ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ബേസ് ഫോം റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. ഇനി നമുക്ക് ഓക്സിലറി വെർബ് ഒന്ന് പരിശോധിക്കാം. ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഓക്സിലറി മീൻസ് സപ്പോർട്ടിങ്, ഹെൽപ്പിംഗ്. കോപ്പുലസ് വെർബ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. കോപ്പുലസ്, കോപ്പുലസ് വെർബ്, ഓക്സിലറി വെർബ്, സപ്പോർട്ടിംഗ് വെർബ്, ഹെൽപ്പിംഗ് വെർബ്, ലിങ്കിങ് വെർബ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്സിലറി വെർബ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനെ ബി ആൻഡ് ഇറ്റ്സ് ഫോം, ബി ആൻഡ് ഇറ്റ്സ് ഫോം, അതാണ് ഈസ്, ആം, ആർ, വാസ്, വെയർ. അതുപോലെ ഡു ആൻഡ് ഇറ്റ്സ് ഫോം, ഡു, ഡസ്, ഡിഡ്, ഡൺ, ഡൂയിങ്. ഞാൻ ആ ബാക്കി ഫോമോട് എഴുതുന്നേ ഉള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ ഡു, ഡസ്, ഡിഡ് വരെ വരുന്നുള്ളൂ. ഡൺ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഡൂയിങ് പ്രസന്റ് പാർട്ടിസിപ്പിൾ, അത് എഴുതുന്നേ ഉള്ളൂ. ഓക്കെ. ദെൻ ഹാവ്, ഹാവ് ആൻഡ് ഇറ്റ്സ് ഫോം, ഹാസ്, ഹാവ്, ഹാഡ്. അപ്പോൾ ഇവിടെ ഇതിനെ ഇത്രയും ചേർത്ത് നമുക്ക് എന്ത് പറയും? പ്രൈമറി ഓക്സിലറി വെർബ്സ് എന്ന് പറയും. പ്രൈമറി ഓക്സിലറി വെർബ്സ് ആണ്. ഇനി സെക്കൻഡറി ഓക്സിലറി വെർബ് ബാക്കി വരുന്ന അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി എന്നറിയപ്പെടുന്ന വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, must, had to,
പിന്നെ നീഡ്, ഡയർ, ഔട്ട്, ഔട്ട്. ദീസ് ആർ ആക്ച്വലി വെബ്സ്. ഇനി നമ്മൾ വെർബ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇത് കൂടാതെ അപ്പോൾ പ്രൈമറി, ഓക്സിലറി, സെക്കൻഡറി വെർബ് ആയി ബന്ധപ്പെട്ട് മെയിനായിട്ടും ഉള്ള കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.